ഹായ് ഗൈസ്, എല്ലാവർക്കും വീട്ടിൽ ഓണെത്തിയെന്ന് അറിയാം. എന്തായാലും ഉത്രാടാണ്, എല്ലാവരും ഉത്രാടപ്പാച്ചലിലായിരിക്കുന്നത് നല്ല പോലെ അറിയാം. കാരണം കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഇതേപോലെ കിടന്ന് ഓടിയിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന്. സത്യം പറഞ്ഞാൽ ഏട്ടന് ലീവാണ്. ഏട്ടൻ പക്ഷേ നമുക്ക് ഓണമില്ല, വേറൊരു പരിപാടിയില്ല. അപ്പോൾ വീട്ടിലിരുന്നിട്ട് വലിയ കാര്യമില്ലാത്ത കാരണം ആൾ ഇൻസ്റ്റാമാർട്ട് ഓടാൻ പോയേക്കാണ്. അപ്പോൾ നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഉണ്ണിക്ക് വയ്യാത്ത കാരണം കുറച്ച് ദിവസത്തേക്ക് ഇനി വീഡിയോസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്. അത് എത്ര പേരിലേക്ക് എത്തിയിട്ടുണ്ടാവും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ എത്ര പേരിലേക്ക് എത്തിയിട്ടുണ്ടാവും നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം. പിന്നെയെന്ന് വെച്ചാൽ നമ്മളും ഇങ്ങനെ തുടക്കക്കാരായതുകൊണ്ട് കുറേ ദിവസം ഇങ്ങനെ വീഡിയോ ഇടാണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ ഒന്ന് നിങ്ങളെ കൂടി ഒന്ന് അറിയിക്കാമെന്ന്. സത്യം പറഞ്ഞാൽ ഇവിടെ അച്ഛൻ്റെ കസിൻ മരിച്ചിട്ട്, ഇവിടെ ഏട്ടൻ്റെ ഒരു കസിൻ മരിച്ചിട്ട് നമുക്ക് ഇപ്രാവശ്യം ഏട്ടൻ്റെ വീട്ടിൽ ഓണമില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ ഓണം ഉണ്ടായിരുന്നു, പക്ഷെ അവിടേക്ക് ഇപ്പോൾ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓണമില്ലാത്ത കാരണം തിരുവോണത്തിന് തന്നെ പോകുന്നുള്ളൂ. പക്ഷേ അത് ഒത്തിരി നേരത്തെ നമ്മളിവിടുന്ന് സദ്യയൊക്കെ കഴിച്ചിട്ടാണല്ലോ പോവാറ് എല്ലാ കൊല്ലവും. പക്ഷെ അത് ഇപ്രാവശ്യം ഒരു നേരത്തെ രാവിലെ തന്നെ നമ്മുടെ പണികളൊക്കെ കഴിച്ചു വെച്ച് നമുക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഉണ്ണിക്ക് തക്കാളിപ്പനിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ചേച്ചിമാരും ഉണ്ണികളുണ്ടാവും. അവരായാലും കൊല്ലത്തിലിങ്ങനെ ഒന്നോ രണ്ടോ വട്ടം വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ചെന്നിട്ട് നമ്മൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കരുതല്ലോ. അപ്പോൾ ഉണ്ണിരേന്ന് പകരെന്താന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു മുതിർന്നവർക്ക് പിന്നെയും കിട്ടത്തില്ല, ഈ ചെറിയ കുട്ടികൾക്കായിരിക്കും പെട്ടെന്ന് കിട്ടുക. അപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചപ്പോഴും ഡോക്ടർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. വലിയവർക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് വരാൻ ചാൻസ് ഇല്ല. പക്ഷേ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ഇപ്രാവശ്യം വീട്ടിലേക്കും പോകണ്ട, എവിടേക്കും പോകണ്ട, അവിടെ തന്നെ ഇരിക്കാമെന്ന്. അപ്പോൾ അത് കാരണം ഞാനും എൻ്റെ മോനും ഇവിടെ ലോക്കാണ്. നമുക്കിപ്പോൾ മുറ്റത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അപ്പുറത്ത് വീട്ടിലായാലും ചെറിയ ഉണ്ണികളൊക്കെ ഉള്ള കാരണം നമ്മൾ കാരണം ആർക്കും ഓണം പോകരുതെന്നുള്ളൊരു ഇത് കാരണം നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങാണ്ട് വീടിനുള്ളിൽ തന്നെയാണ്. ആൾ നല്ല ഉറക്കമാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ 2 ദിവസമായി ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ചു തുടങ്ങിയിട്ട്. അപ്പോൾ അത് കാരണം ഇത്തിരി കുറവുണ്ട് ആൾക്ക്. പക്ഷേ ചുരുണ്ട് കൂടി കിടക്കുക, ക്ഷീണമായിരിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ആൾ ഉഷാറാണ്. ആൾക്ക് ബട്ടക്സിലാണ് കുറച്ചും കൂടി കൂടുതൽ. അതിന് തക്കാളിപ്പനി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു കുരു പോലെയൊക്കെ ആവും വരിക. പനി ആയാലും വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഇങ്ങനെ വന്ന് പോകണമെന്നല്ലാതെ തുടർച്ചയായിട്ടൊരു പനി നിൽക്കുക അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ ബട്ടക്സിലാണ് ആൾക്ക് ആ കുരു കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവിടെ മാത്രം ഒരു വേദനയുണ്ട്, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ആൾക്കില്ല. ആൾ ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, കളിക്കുന്നുണ്ട്. എല്ലാവരും പിന്നെ ചെറിയ വാശിയുണ്ട്. ഇപ്പോൾ ആളുടെ കൂടെ കളിക്കാൻ ആരും ചെല്ലുന്നില്ല എന്നുള്ള പറഞ്ഞിട്ടുള്ള വാശികൾ മാത്രമേ ഇപ്പോൾ ആൾക്കുള്ളൂ, അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ആൾക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മരുന്ന് കൊടുക്കുന്ന കാരണം ആൾക്കത് കുറഞ്ഞിട്ടും വരുന്നുണ്ട്. ഉണങ്ങി ഒക്കെ ഉണ്ടായിരുന്ന ഫസ്റ്റ് വന്നോർന്ന കുരുക്കളൊക്കെ പൊട്ടി ഇപ്പോൾ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം വന്ന കയ്യുമൊക്കെ ഇന്നലെയൊക്കെയാണ് കൈമയ്ക്കായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ അത് പൊട്ടിയിട്ടില്ല. അത് ഇന്നലെ വരെ ഒരു പൊട്ടിയിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ഇന്ന് ഞാൻ നോക്കിയിട്ടില്ല, കാരണം ആൾ നല്ല ഉറക്കമാണ്. ഞാൻ അത് നോക്കാൻ വേണ്ടി ആളെ ചെന്ന് വിളിച്ച ആളുടെ ആ ഉറക്കം പോവും, പിന്നെ എനിക്ക് വരും. അപ്പോൾ ഉറങ്ങണത്തോളം ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വിളിക്കാണ്ടിരിക്കുക. അപ്പോൾ 9 മണിയോളം ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ്. എവിടെയാണെന്ന് വെച്ചാലും വേറെ ആരും ഇല്ല, ഞാനും ഉണ്ണി മാത്രമേ ഉള്ളൂ. അച്ഛനമ്മയായാലും പണിക്ക് പോയി. ചേട്ടനും ഞാൻ പറഞ്ഞ പോലെ ചേട്ടനായാലും ഇന്ന് ബാങ്ക് മുടക്കുള്ള ദിവസമൊക്കെ ചേട്ടന് മുടക്കാണ്. ചേട്ടന് ബാങ്കിൽ ATMലേക്ക് പൈസ കൊണ്ടുപോകണ വണ്ടി രസീസ് എന്ന് പറഞ്ഞൊരു വണ്ടിയുടെ ഡ്രൈവറാണ് ആൾ. അപ്പോൾ ആൾക്ക് ബാങ്ക് മുടക്കുള്ള ദിവസമൊക്കെ ആൾക്ക് മുടക്കാണ്. അപ്പോൾ ആൾ അത് ഇൻസ്റ്റമാർട്ട് ഓടാൻ പോവാറുണ്ട് ബാങ്ക് മുടക്കുണ്ടെങ്കിലും. ചിലപ്പോൾ ഈ ബാങ്കിൻ്റെ ആ പണി നേരത്തെ കഴിഞ്ഞാലും ആൾ പോവാറുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഞാനും ഏട്ടനും കൂടി തല്ലുകൂടി ഇരിക്കാന്നല്ലാണ്ട് വേറെ ഒരു ഉപകാരമില്ല ഇവിടെ ഇരുന്നിട്ട്. അപ്പോൾ പിന്നെ ആൾ പോയേക്കാണ്. എന്തായാലും വൈകിട്ടാവും വരുമ്പോൾ. അച്ഛനമ്മയായാലും ഇനി ഉച്ചയ്ക്കാവും ചോറിനാൻ വരിക. ഞാൻ നിർത്തിയത് വേറൊന്നുകൊണ്ടല്ല, അച്ഛൻ വന്നു. നിങ്ങളുടെ അവിടെ ഇപ്പം മഴയുണ്ടാവുമെന്ന് അറിയാമല്ലോ. സത്യം പറഞ്ഞാൽ അത്തം വെളുത്തതായിരുന്നു. അപ്പോൾ നമ്മുടെ ഓണം കറുക്കുമെന്നാണ് പറയാം. അതുതന്നെ സംഭവിച്ചിട്ടുണ്ട്. ഓണം ഇന്നേ വരെ കറുത്തിട്ടാണ്. നാളെ എല്ലാവർക്കും ഓണം വെളുത്ത് നല്ല സുഖമായിട്ട് എല്ലാവർക്കും അമ്പലത്തിൽ പോകാനും എല്ലാത്തിനും പുറത്തേക്കായാലും എന്തിനായാലും പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ മഴയുള്ള കാരണം അച്ഛനും അമ്മയ്ക്കും പറമ്പിലാണ് പണി. അപ്പോൾ മഴ കൂടി കഴിഞ്ഞ് പറമ്പിൽ വെള്ളം കയറും. അപ്പോൾ അച്ഛന് പണി ഉണ്ടാവില്ല. അമ്മയ്ക്ക് പിന്നെ അവിടെ അടുക്കളയിലായാലും എന്തെങ്കിലും പണിയുണ്ടാവും. അച്ഛനങ്ങനെ പണി ഉണ്ടാവാറില്ല.
അപ്പോൾ മഴയുള്ള കാരണം ആൾ പണിക്ക് പോയിട്ട് അതേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പകുതി വെച്ച് നിർത്തിയത്. ഇത് റൂമിൽ പോരാനുള്ള കാരണം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രശ്നം. സത്യത്തിലുള്ള പ്രശ്നം ഇതാണ്. നമുക്ക് വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നല്ലൊരു ഓണായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ നമ്മുടെ മോൻ്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന കാര്യം നമ്മളിതൊക്കെ ക്ഷമിക്കുന്നു. ഞാൻ പോസ്റ്റ് ഇട്ടത് ആകെ കുറച്ച് പേരുള്ളൂ എന്നറിയാം, എന്നാലും എല്ലാവർക്കും എത്തിയിട്ടുണ്ടാവും എന്നറിയില്ലല്ലോ. പോസ്റ്റ് അങ്ങനെ എല്ലാവരും കാണുന്നില്ലല്ലോ, അതുകൊണ്ടൊരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. അതിപ്പോൾ ഉണ്ണി നല്ല ഉറക്കമാണ്. അവൻ്റെ അടുത്താണ് വന്നിരുന്ന് ഞാൻ വോയിസ് ഇടുന്നത്. അപ്പോൾ നല്ല ഉറക്കമാണ് ആൾ. കുറച്ച് കുറഞ്ഞ പോലെ തന്നെയാണ്. കുരുക്കളൊക്കെ ഒന്ന് കുറഞ്ഞുണ്ട്. പനിയായാലും വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇന്നലെ രാത്രി കിടക്കുന്നവരെ അവർക്കൊരു ക്ഷീണമോ കാര്യങ്ങളോ കണ്ടിട്ടില്ല. രാത്രി ആയാലും എണീറ്റൊരു ബഹളമോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. ഇനിയിപ്പോൾ രാവിലെ എണീറ്റിട്ട് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. നല്ല ഉറക്കമാണ്. ഞാനിപ്പോഴും വന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ശബ്ദം കേട്ടിട്ട് പോലും ആളെ എണീക്കുന്നില്ല. നല്ല ഉറക്കം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും വേറെ ഒന്നുമില്ല, നമ്മുടെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം വിഷ് ചെയ്യുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക.